രാത്രികാല ഡ്യൂട്ടിക്കെത്തുന്ന ഡോക്ടർമാർ ചികിത്സയ്ക്കുള്ള ഉപകരണങ്ങൾ മാത്രമല്ല, കുരുമുളക് സ്പ്രേ മുതൽ ചെറിയ കത്തി വരെ കൊണ്ടു നടക്കുന്നുണ്ട്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കേരള ഘടകം നടത്തിയ സർവേയിലെ കണ്ടെത്തലാണ്. സർവേയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കുറവ്, CCTV ക്യാമറകളുടെ അഭാവം, രോഗികളെ ചികിത്സിക്കുന്നിടത്തേക്ക് അനിയന്ത്രിതമായി ആളുകൾ എത്തുന്നു തുടങ്ങിയ വിഷയങ്ങളും ആശങ്കയായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഡോക്ടറിൻ്റെ മാനസികാവസ്ഥ എപ്പോഴും ഒരു കാം ആൻഡ് വളരെ പീസ്ഫുൾ ഡിസിഷൻ, സെക്കൻഡുകൾ കൊണ്ട് തീരുമാനമെടുക്കേണ്ട ഒരു മാനസികാവസ്ഥയും ഒരു മനസ്സിനുള്ള ഒരു സന്തുലിതാവസ്ഥയും ഉണ്ടാവണം. അതിന് വിഘാതമായ തരത്തിലുള്ള കാര്യങ്ങളാണ് ഭാരതത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളത് വളരെ ഉത്കണ്ഠ ഉണ്ടാക്കുന്നതാണ്. 2023 വന്ദനാദാസ് ഒടുവിലത്തെ പേരാകുമെന്ന് കരുതിയതാണ്. എന്നാൽ കൊൽക്കത്ത KG കാർ മെഡിക്കൽ കോളേജിലെ യുവ ഡോക്ടറുടെ കൊലപാതകം വരെ കാര്യങ്ങൾ നീണ്ടു. ഈ ഘട്ടത്തിൽ നടത്തിയ സർവേയിലാണ് ഡോക്ടർമാർ ആകുലതകൾ പങ്കുവച്ചത്. ഡോക്ടർമാരിൽ 1/3 രാത്രി ഷിഫ്റ്റിൽ ജോലി ചെയ്യാൻ ഭയപ്പെടുന്നവരാണെന്നാണ് കണ്ടെത്തൽ. ആശങ്കയറിയിച്ചതിൽ ഭൂരിഭാഗവും വനിതാ ഡോക്ടർമാരാണ്. ഡ്യൂട്ടി റൂമിനും വാർഡിനുമിടയിൽ വെളിച്ചക്കുറവ് ഉൾപ്പെടെയുള്ള കാരണങ്ങൾ ഉള്ളതുകൊണ്ടാണ് രാത്രികാല ഡ്യൂട്ടികൾ സ്വയരക്ഷയ്ക്കായി ഇത്തരം മാർഗങ്ങൾ പിന്തുടരേണ്ടി വരുന്നതെന്ന് സർവേയിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു. ഒരു കേന്ദ്ര നിയമം തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. കേരളത്തിൽ ഇപ്പോൾ ഉള്ള ഒരു ശക്തമായ ഒരു നിയമം നിലവിലുണ്ട്. അതിൻ്റെ ചുവട് പിടിച്ച് തന്നെ നിയമം വേണമെന്ന് പോലും ആവശ്യങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ശക്തമായ നിയമം ഉണ്ടെങ്കിൽ അതിനെ ചുവട് പിടിച്ചുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് നമുക്ക് നീങ്ങാൻ കഴിയും. സർവേയിലെ കണ്ടെത്തലുകൾ അധികൃതരുടെ പരിഗണനയ്ക്കായി സമർപ്പിച്ചിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.